ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ടീച്ചറമ്മയുടെ ആ ഒരു പോസ്റ്റ് കണ്ട് സ്കൂളിൽ പോലും നല്ല നല്ല തീരുമാനങ്ങൾ ഹെഡ് മാസ്റ്ററും ടീച്ചേഴ്സൊക്കെ കൂടി എടുക്കുക. ആ സമയത്ത് അവിടെയും ഇടങ്കോലിടാനായിട്ട് 2-3 പേരുണ്ടല്ലോ. അവരാണെങ്കിൽ ഇപ്പോൾ അതേ പിള്ളേരുടെ പേരും ഡീറ്റെയിലൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷമാണ് സാർ ഈ ഒരു കാര്യം തന്നെ സ്കൂളിൽ അവതരിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവർ ഇടങ്കോലിട്ട് സംസാരിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഹെഡ് മാസ്റ്റർ പറഞ്ഞു, ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കരുത്, നിങ്ങളെപ്പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും എനിക്കറിയാവുന്നതെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. പക്ഷെ അതൊന്നും കേൾക്കാനൊന്നും ആരും കൂട്ടാക്കുന്നില്ല. ഈ ഇടങ്കോലിട്ട് നിൽക്കുന്നവർ സാറിൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ എടുത്ത് ചെയ്തു, ഞങ്ങളുടെ കയ്യിൽ അങ്ങനെയൊന്നും കൊടുക്കാൻ കാശില്ലെന്നും പറഞ്ഞ് അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും ആ രീതിയിൽ ചിന്തിക്കരുത്, അങ്ങനെയൊന്നും പറയരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവരാണെങ്കിൽ തട്ടിക്കയറി ഹെഡ് മാസ്റ്ററോട് സംസാരിച്ച് അവർ ഈ ഒരു മിഷനിൽ പങ്കെടുക്കില്ല, അവരുടെ കയ്യിൽ കാശില്ലെന്ന് പറഞ്ഞ് അവരങ്ങ് പോയി, വഴക്കുണ്ടാക്കി അങ്ങ് പോയി. ഈ സമയത്ത് അദ്ദേഹം അവിടെ ഇരിക്കും. അദ്ദേഹത്തിൻ്റെ ആ ഒരു ആഗ്രഹത്തിന് കൂടെ നിൽക്കാനായിട്ട് മിഥുൻ സാറും അതുപോലെ നീന ടീച്ചർ ഇവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ മിഥുൻ സാറ് പറഞ്ഞു, സാർ എന്താണെന്ന് വെച്ചാൽ തീരുമാനങ്ങൾ എടുത്തു, അതിൽ സാറിൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് ഞങ്ങളുണ്ടാവും എന്ന് പറഞ്ഞു. മിഥുൻ സാറ് പറയുന്നത് കേട്ടപ്പോൾ മിഥുൻ സാറിനോടും അവർക്കൊക്കെ ഒരു അരോചകം പോലെ അങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ അങ്ങ് പോവുക. അങ്ങനെ ആ ഒരു പേജിൻ്റെ പുറത്ത്, അതായത് ടീച്ചറമ്മ എഴുതി വിട്ട പേജിൻ്റെ പുറത്ത് ഏകദേശം പാവങ്ങൾക്കും ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ കേശുവിനും ഒക്കെ വീടുണ്ടാകാനൊരു സാഹചര്യം ഒരുങ്ങി വന്നുകൊണ്ടിരിക്കുക കേട്ടോ. എന്തായാലും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണെന്ന് മിഥുൻ സാർ എന്നിട്ട് ഹെഡ് മാസ്റ്ററോട് പറയുകയും ചെയ്തു. എന്തായാലും സാർ ഇപ്പോൾ എടുത്തിയൊരു തീരുമാനം വളരെ നല്ലൊരു തീരുമാനമാണെന്ന്. അങ്ങനെ ആ ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആ സ്കൂളിലെ നല്ലവരായ അധ്യാപകരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സമയത്ത് അവിടെ നമ്മുടെ ടീച്ചറമ്മയുടെ വീട്ടിൽ കേശുവും ടീച്ചറമ്മയും അതുപോലെ കനിയും കൂടി ഫുഡൊക്കെ ഉണ്ടാക്കി വിശേഷങ്ങളൊക്കെ പറഞ്ഞ്, അപ്പോൾ നമ്മുടെ കേശു തിരിച്ചു വരുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ കേശു തിരിച്ചു വന്നു. എന്തായാലും കേശു ഇപ്പോൾ ഇവർക്ക് കൂട്ടായിട്ട് അവിടെ ഉണ്ട്. അങ്ങനെ അവർ 3 പേരും കൂടെ ചിരിയും കളിയും സംസാരവും വിശേഷം പറച്ചിലും ഫുഡുണ്ടാക്കലും വീട് ക്ലീനിങ്ങും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കൂടുക. അങ്ങനെ 3 പേരും കൂടി ഇങ്ങനെ വീട്ടിൽ അവരുടെ കാര്യമൊക്കെ റെഡിയാക്കിക്കൊണ്ട് വീട് നല്ല ഭംഗിയായി കൊണ്ട് നടക്കുന്നു. ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് പുറത്തുനിന്ന് ഭയങ്കര ബഹളം കേട്ടു. ഇവർ എന്താ ശബ്ദമെന്ന് അറിയില്ല. അപ്പോൾ ഒരു സ്ത്രീയും 2 പുരുഷന്മാരും കൂടി ഗേറ്റിൻ്റെ അവിടെ വന്ന് നിന്ന് ഇങ്ങനെ നോക്കുക. അപ്പോൾ കൂടെ വന്ന സ്ത്രീ ആണെങ്കിൽ അമ്മാന്ന് വിളിച്ച് കരയുന്നുണ്ട്. അങ്ങനെ പുള്ളിക്കാരി ഭയങ്കര കരച്ചിൽ. ഇവർ ഓടി വന്നിട്ട് ഗേറ്റെ പിടിച്ചിട്ട് ഇങ്ങനെ ഗേറ്റ് നോക്കിയപ്പോൾ ഗേറ്റ് അടഞ്ഞു കിടക്കുന്നു. അങ്ങനെ അവരകത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു ശബ്ദം ഇവർ പുറത്തുനിന്ന് കേട്ടു. ആരോ വന്നിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കേശുവാണ് ആദ്യം ഓടുന്നത്. അപ്പോൾ കേശു ഓടി ചെന്നിട്ട് ജനൽ കർട്ടൻ മാറ്റി ഇങ്ങനെ നോക്കുമ്പോൾ 2-3 പേര് അവിടെ നിൽക്കുന്നു. ഇത് കണ്ടപ്പോഴത്തേക്കും കനിയും ടീച്ചറമ്മയും അങ്ങോട്ടേക്ക് വന്നു. എന്താ കേശു എന്ന് ചോദിച്ച്. അതെ, വീടിൻ്റെ പുറത്ത് 2-3 പേര് വന്ന് ഇങ്ങോട്ട് തന്നെ നോക്കി നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ നോക്കിയപ്പോൾ കണ്ടു. ഇതാരപ്പാ, ഇതിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്തിനാ പോലും, ഇതാരാ ഇത്, ഇവരെന്തിനായിരിക്കും ഇവിടെ വന്ന് നിൽക്കുന്നതെന്നൊക്കെ ഇവരിങ്ങനെ ചോദിക്കുമ്പോൾ ഇവിടെയെങ്ങും ഉള്ളവരല്ലെന്ന് തോന്നുന്നു, കണ്ടിട്ടില്ലാത്ത ആൾക്കാരാ എന്ന് ടീച്ചറമ്മ ഇങ്ങനെ പിള്ളേരോട് പറഞ്ഞു. എന്നാലും ഈ വീട്ടിൽ ആളില്ല എന്ന് അറിഞ്ഞുകൊണ്ടിന് വല്ല മോഷ്ടിക്കാനും വന്നതായിരിക്കോ? മോഷ്ടിക്കാനോ ഒക്കെ ഈ പട്ടാപ്പകൽ വരുമോ? അപ്പോൾ ഇവർ സംസാരിക്കുന്നത് തമിഴ് കലർന്ന ആ ഒരു ഇതാണ്. അപ്പോൾ ആ തമിഴ് കലർന്ന ആ ഒരു ഇതിലിങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് കള്ളം, അതായത് തിരുട്ട് ഗ്രാമത്തിൽ നിന്നും വല്ലവരും വന്നതായിരിക്കും എന്നൊക്കെയുള്ള ഇതിൽ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ആ ഒരു സമയത്താണെങ്കിൽ ഇവർക്ക് പേടിയായി, ദൈവമേ ഇനി ഇടിച്ചു തുറന്ന് അകത്തേക്ക് എങ്ങാനും കയറി വരുമോ എന്നുള്ളൊരു പേടി. ആ ഒരു പേടിയോട് ഇവരിങ്ങനെ നിൽക്കുവാട്ടോ. ഇവരെന്നൊരു ജനലിൽ കൂടി ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കുവാണ്. അപ്പോഴേക്കും അവരാണ് ഗേറ്റ് പൂട്ടിയിട്ടേക്കുന്നതുകൊണ്ട് അകത്തേക്ക് കയറാൻ പറ്റാതെ ഇങ്ങനെ നോക്കും. ഇവിടെ അങ്ങ് ആരും ഇല്ലെന്നാണ് തോന്നണേന്നൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് ചാടിക്കടന്ന് നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഗേറ്റ് മറികടന്ന് അതിൽ ആ ഒരു മതിൽ ചാടിക്കടന്ന് അതിലൊരാളകത്ത് കയറി. അങ്ങനെ അകത്ത് കയറിയിട്ട് അടുത്ത ആളെയും കൂടി ഇതിനകത്തേക്ക് കയറ്റാനായിട്ടൊക്കെ ഇങ്ങനെ നോക്കുക. ആ സമയത്ത് അവിടെ ഇയാളകത്ത് കയറി മൊത്തത്തിലൊന്ന് നോക്കി, ഇത് അവിടെ നമ്മുടെ അമ്മയെ അടക്കം ചെയ്തിരിക്കുന്നു, അവിടെ നമ്മുടെ അമ്മാവെ അടക്കം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പറയണം. അപ്പോൾ ഇതെല്ലാം കേശു അവിടെ നിന്ന് കേൾക്കുക. അപ്പോൾ കേശു എന്നിട്ട് ഇത് ടീച്ചറോടും അതുപോലെ കനിയോടും പറഞ്ഞു, അവർ പറയുന്നത് അവരുടെ അമ്മേനെ ഇവിടെ അടക്കം ചെയ്തിരിക്കുന്നതെന്നാണെന്ന് പറയുമ്പോഴത്തേക്കും ടീച്ചറമ്മയും കനിയും ഞെട്ടി. അപ്പോൾ ആ ടീച്ചറമ്മയാണെന്നും പറഞ്ഞ് ഇവിടെ അടക്കം ചെയ്തിരിക്കുന്നത് അവരുടെ ആ അമ്മയെ തേടിയാണ് അവർ വന്നിരിക്കുന്നതെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ഇവരകത്ത് നിന്ന് പറയുക. പിന്നെ കനിക്കും ടീച്ചറമ്മയ്ക്കും ടെൻഷനോട് ടെൻഷൻ, കാര്യങ്ങളെല്ലാം കൈവിട്ട് പോവുകയാണോ, ആ ഒരു ഇതിൻ്റെ യഥാർത്ഥ അവകാശികളാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്, മൊത്തം കയ്യിൽ നിന്ന് പോകുന്ന ലക്ഷണങ്ങളായി എന്നുള്ളത് ടീച്ചറമ്മയ്ക്ക് മനസ്സിലായി. ഭയങ്കര ടെൻഷൻ ഇവർക്ക്. അങ്ങനെ ഇവർ അതെല്ലാം കണ്ട് ഇങ്ങനെ അവിടെ നിന്ന് ഇത് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് അതുവഴി പോലീസ് ജീപ്പ് വരുന്നത്. ആ പോലീസ് ജീപ്പ് വരുമ്പോൾ ഈ വീട്ടിലേക്ക് ശ്രദ്ധിച്ചു. അപ്പോൾ വീട് പോലീസുകാരുടെ ഒരു നിരീക്ഷണത്തിലുള്ളൊരു സംഭവം ആയതുകൊണ്ട് പോലീസുകാർ അങ്ങോട്ട് ശ്രദ്ധിച്ചു. നോക്കുമ്പോൾ അവിടെ കുറച്ച് പേര് നിൽക്കുന്നു. ഇത് കണ്ടപ്പോഴത്തേക്കും പോയ പോലീസ് ജീപ്പ് തിരിച്ചു റിട്ടേൺ വരിക. വന്നിട്ട് നേരെ വീട്ടിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ എന്താ
ഇവിടെ ഗേറ്റിങ്കിൽ ഇങ്ങനെ നിൽക്കുക. പെട്ടെന്ന് പോലീസുകാർ വന്നിട്ട് നിങ്ങളാരാ, എന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ അമ്മാവെ തേടി വന്നതാണെന്നൊക്കെ പറഞ്ഞു. അമ്മാവെ തേടി വരാൻ ഈ വീട്ടിൽ ആൾ താമസമില്ലാത്ത വീടാണ്, നിങ്ങളെന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്, വന്നേന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ പിടിച്ചു വലിച്ചു. അപ്പോൾ ഇത് മോഷ്ടിക്കാൻ വന്നാലാണെന്നൊക്കെ ചോദിച്ച് ഇവർ കള്ളനും കള്ളിയല്ലേ എന്നൊക്കെ ചോദിച്ചു. അല്ല സാർ, ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരല്ലെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. പക്ഷേ പോലീസുകാർ അതൊന്നും കേട്ടില്ല. ആളില്ലാത്ത വീട്ടിൽ വന്ന് എന്താണോ താനൊക്കെ കാണിക്കുന്നത്, വന്ന് ജീപ്പിൽ കയറണോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അവരോട് ദേഷ്യപ്പെട്ട് അവരെ പിടിച്ച് വലിച്ച് വണ്ടിയിൽ കയറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുക. വണ്ടിയിൽ ഇരുന്നാണെങ്കിൽ ഇവരിങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ കള്ളന്മാരല്ല, ഞങ്ങൾ ഞങ്ങളുടെ അമ്മാവെ തേടി വന്നതാണ്, ആ വീട്ടിലാണ് ഞങ്ങളുടെ അമ്മാവെ അടക്കം ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് പോലീസുകാർ ചോദിച്ചു. മിണ്ടാതെ അടങ്ങിയിരിക്കടാ, ബാക്കി സ്റ്റേഷനിൽ ചെന്നിട്ട് സംസാരിക്കാമെന്നും പറഞ്ഞു. അങ്ങനെ ഇതുങ്ങളെയും കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോവുക. ഈ സമയത്ത് ഇവിടെ ടീച്ചറമ്മയ്ക്കും കനിക്കും ഒക്കെ ഭയങ്കര ടെൻഷൻ. ദൈവമേ, ഇനിയിപ്പോൾ എന്താകും, ഇനിയിപ്പോൾ അവർ പറഞ്ഞതുപോലെ അവരുടെ അമ്മയെ തന്നെ ആയിരിക്കും ഇവിടെ കൊണ്ടുവന്ന് അടക്കം ചെയ്തിരിക്കുന്നത് ഞാനാണെന്നും പറഞ്ഞ് അതായിരിക്കും സംഭവിച്ചിരിക്കുന്നതെന്നൊക്കെ ടീച്ചറമ്മയും ചോദിക്കുക. അങ്ങനെ എങ്ങാനും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകും, ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ കനിയൊക്കെ ഇങ്ങനെ ഇരുന്ന് ചോദിക്കുക. ആ സമയത്ത് പോലീസുകാരാണ് അവരെ വന്ന് പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. ഇനി പോലീസുകാരും കൂടെ ഇടപെട്ട കേസായതുകൊണ്ട് എന്തായാലും ഇതൊരു അന്വേഷണം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണെന്നൊക്കെ നമ്മുടെ കേശുവും പറയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ കേശു ഇവരുടെ കൂടെ നിന്ന് ഇവരെ സമാധാനിപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സംഭവിക്കുന്ന കാര്യങ്ങൾ പറയുന്നുമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ടീച്ചറമ്മയ്ക്കാണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് ഒരു രക്ഷയില്ല, എന്ത് ചെയ്യുമെന്ന് ടീച്ചറമ്മയ്ക്ക് അറിയില്ല. കാര്യങ്ങളെല്ലാം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പുറത്തായി ലീക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ മക്കളുടെ അവസ്ഥ എന്താ, ടീച്ചറമ്മയുടെ അവസ്ഥ എന്താ, ഇതൊക്കെയാണ് ടീച്ചറമ്മയുടെ ആദ്യം ടെൻഷനും കാര്യങ്ങളും ഒക്കെ. അപ്പം ഇങ്ങനെ ഈ ഒരു കാര്യമല്ല ഇവരിവിടെ ഇരുന്ന് ആലോചിക്കുന്ന ഈ സമയത്താണ് അവിടെ ആ വന്നവരെ കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസുകാർ ചെല്ലുന്നത്. അവിടെ കൊണ്ടുവന്ന എസ് ഐയുടെ മുന്നിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു. എന്താണോ ഇതെന്ന് ചോദിച്ചപ്പോൾ ഇത് നമ്മുടെ ടീച്ചറമ്മയുടെ വീട്ടിൽ, അതായത് സരസ്വതി ടീച്ചറുടെ വീട്ടിൽ നിന്നും പിടിച്ചതാണ് ഇവരെന്നും അവരിങ്ങനെ അവിടെ പരിസരത്ത് ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കുമായിരുന്നു എന്നും മോഷ്ടിക്കാനുള്ള ശ്രമമായിരുന്നെന്നാണ് തോന്നുന്നത്, തമിഴരാണെന്നുള്ള കാര്യമൊക്കെ എസ് ഐയോട് ഇവർ പറയുന്നു. എസ് ഐയോട് ഇവരിത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എസ് ഐ ആണോടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ഒച്ച വെച്ച് ഇവരെ പേടിപ്പിക്കാം. അപ്പോൾ വന്നവർ പറഞ്ഞു, ഇല്ല സാറേ, ഞങ്ങൾ കള്ളന്മാരല്ല, ഞങ്ങൾ മോഷ്ടിക്കാൻ വന്നതല്ല, ഞങ്ങളുടെ അമ്മ മരിച്ചു പോയി, ഞങ്ങളുടെ അമ്മയെ തേടി ഞങ്ങൾ വന്നതാണ്, ഞങ്ങളുടെ അമ്മയെ അടക്കം ചെയ്തിരിക്കുന്നത് അവിടെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയാം. നിങ്ങൾ എന്തൊക്കെ വിഡ്ഢിത്തരയി പറയുന്നത്, അത് മരിച്ചുപോയ സരസ്വതി ടീച്ചറുടെ വീടാണെന്നും സരസ്വതി ടീച്ചറാണ് അവിടെ അടക്കം ചെയ്തിരിക്കുന്നതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അല്ല സാറേ, അങ്ങനെയൊന്നും അല്ല, അത് ഞങ്ങളുടെ അമ്മയാണെന്നും പറഞ്ഞുകൊണ്ട് സംഭവിച്ച കാര്യങ്ങളെല്ലാം അവർ വള്ളി പുള്ളി വിടാതെ ഈ എസ് ഐ സാറിനോട് പറയണം. ആദ്യമൊന്നും എസ് ഐ സാറ് വിശ്വസിച്ചില്ല, ഇവർ പറയുന്നത് കള്ളമാണ് എന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുക കേട്ടോ. നിങ്ങൾ മോഷ്ടിക്കാൻ വന്നതല്ലേടാ, പിടിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ തലയൂരാൻ വേണ്ടി പറയുന്നതല്ലേടാ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ മോഷ്ടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞ് അവർ തമിഴിലൊക്കെ കുറേ പറയുന്നുണ്ട്. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ തെളിവുകൾ സഹിതം, അതായത് ഇവരുടെ വീട്ടിൽ അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ അമ്മ ഇവർക്ക് നഷ്ടപ്പെട്ടപ്പോൾ തൊട്ടുണ്ടായ കാര്യങ്ങളെല്ലാം ഇവർ ഡീറ്റെയിൽ ആയിട്ട് പോലീസുകാരോട് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ എസ് ഐ സാറ് പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ, അങ്ങോട്ട് മാറിയിരിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ പിടിച്ച് അപ്പുറത്തേക്ക് മാറ്റിയിരുത്തി. അത് കഴിഞ്ഞിട്ട് സെക്കൻഡുകൾ കൊണ്ട് ഫോൺ എടുത്ത് നമ്മുടെ വിഷ്ണുവിനെ വിളിച്ചു. അപ്പോൾ വിഷ്ണു ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ കോൾ ചെല്ലുന്നത്. ഹലോ പറയടോ എന്ന് പറഞ്ഞ് വിഷ്ണു കോൾ എടുത്തു. ഹലോ സാർ, ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. പ്രശ്നമോ? എന്ത് പ്രശ്നം? അത് പിന്നെ ഇന്ന് സാറിൻ്റെ വീടിൻ്റെ അവിടെ കുറച്ച് പേരിങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. കറങ്ങുന്നുണ്ടായിരുന്നോ? നിങ്ങളോട് വീടും പരിസരമൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ, അതെ സാർ, ഞങ്ങൾ അങ്ങനെ പോയതുകൊണ്ടാണ് അത് കണ്ടത്. 2 പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് വന്നിരിക്കുന്നത്. അവർ മോഷ്ടിക്കാനൊന്നും വന്നതല്ലെന്ന് പറഞ്ഞു. മോഷ്ടിക്കാനൊന്നും വന്നതല്ലെങ്കിൽ പിന്നെ എന്തിനാണോ വന്നത്? അവരവരുടെ അമ്മയെ തേടി വന്നതാണെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അമ്മയെ തേടിയോ? അമ്മയെ തേടി എന്തിനാണ് എൻ്റെ വീട്ടിലേക്ക് വരുന്നത്? അതിൻ്റെ ആവശ്യം എന്താ അവർക്കെന്നൊക്കെ ചോദിച്ച് വിഷ്ണു ഇങ്ങനെ എസ് ഐ സാറിനോട് ചോദിക്കുമ്പോൾ, അതൊന്നും എനിക്കറിയില്ല, അവർ ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് സാറെന്നും പറഞ്ഞ് അവരുടെ അമ്മയ്ക്ക് സംഭവിച്ചതും അതിനുശേഷം അമ്മയുടെ ബോഡി ഇവർ മേടിക്കാൻ ചെന്ന സമയത്ത് അമ്മയെ അവിടെ നിന്ന് കൊണ്ടുവന്നെന്നുള്ള കാര്യങ്ങളും അങ്ങനെ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് നമ്മുടെ എസ് ഐ സാറ് വിഷ്ണുവിനോട് ഇതെല്ലാം പറഞ്ഞു. ഇതെല്ലാം കേട്ടപ്പോൾ നമ്മുടെ വിഷ്ണു അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ടീച്ചറമ്മ മരിച്ചിട്ടില്ല എന്നും യഥാർത്ഥ അവകാശികൾ തേടി എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളും നമ്മുടെ വിഷ്ണുവും അറിഞ്ഞു. അപ്പോൾ താനവിടെ നിൽക്കും, ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് വരാമെന്ന് വിഷ്ണു വന്നിട്ട് എസ് ഐ സാറിനോട് പറയുക. അപ്പോൾ അവരെ വിടരുതെന്നും പറഞ്ഞു. ഇല്ല സാർ, അവരിവിടെ ഉണ്ട് സാറ്, എന്നാൽ പെട്ടെന്ന് പോരെ എന്ന് ഇദ്ദേഹം പറഞ്ഞനുസരിച്ച് വിഷ്ണു നേരെ അങ്ങോട്ടേക്ക് പോവുക, പോലീസ് സ്റ്റേഷനിലേക്ക്. അപ്പോഴും വിഷ്ണുവിന് ആകെ ടെൻഷൻ. ഇതെന്തായിരിക്കും ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്? ഇനിയിപ്പോൾ ടീച്ചറമ്മ, അതായത് സരസ്വതി അമ്മ മരിച്ചിട്ടുണ്ടാവില്ലേ എന്നൊക്കെ വിഷ്ണുവിനും ഒരു സംശയവും കാര്യങ്ങളൊക്കെ. ഈ സമയത്ത് എസ് ഐ സാറാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്നവരോട് പറഞ്ഞു, അതെ ഇവിടെ നിങ്ങൾ പറഞ്ഞ
വീടിൻ്റെ ഉടമസ്ഥൻ അവരുടെ മരുമകൻ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരും, അദ്ദേഹം പോലീസിൽ തന്നെയാണ്, നിങ്ങളോട് ഇവിടെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞതെന്ന് SI സാർ അവരോട് പറഞ്ഞു. ഞങ്ങൾ എത്ര നേരം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം സാറേ, ഞങ്ങളുടെ അമ്മാവെ ഞങ്ങൾക്കൊന്ന് കാണണം, ഞങ്ങളുടെ അമ്മാവെ ഞങ്ങൾക്ക് തിരിച്ചു വേണം, ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവർ SI സാറിനോട് പറയാം. മതി നിങ്ങളിങ്ങനെ ഒച്ച വയ്ക്കല്ലേ, നിങ്ങളിങ്ങനെ സംസാരിക്കല്ലേ എന്നും പറഞ്ഞിങ്ങനെ അന്നേരത്തേക്കും സാർ എന്നിട്ട് അവരോട് പറഞ്ഞു, എന്തായാലും ഈ ഒരു കാര്യം ഇപ്പം ഉടനെ തന്നെ പുറത്ത് ചാടുന്ന ലക്ഷണമൊക്കെയാണ്, നമ്മുടെ ടീച്ചറമ്മ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളൊരു സത്യവും അതുപോലെ തന്നെ ടീച്ചറമ്മ ഇനി പുറലോകമൊക്കെ അറിയപ്പെടേണ്ടതായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെയാണ് വരാൻ പോണത്. എന്തായാലും ഈ സമയത്ത് തൻ്റെ ഈ ഒരു ഒളിച്ചു താമസം അല്ലെങ്കിൽ ഈ ഒരു ഇങ്ങനെയുള്ള താമസവും ജീവിതമൊക്കെ അവസാനിപ്പിക്കേണ്ടതായി വരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി നമ്മുടെ ടീച്ചറമ്മയും വീട്ടിലിങ്ങനെ നിൽക്കുന്നു. ടീച്ചറും കനിയും അതുപോലെ കേശവും കൂടി ഇതിനെപ്പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ടീച്ചറമ്മയാണെങ്കിൽ തല പുകഞ്ഞാലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളും കൂടുതൽ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ഇന്നത്തെ കഥ വരാനിരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും, നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി അറിയിച്ച് വീണ്ടും കാണാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ നിർത്തുന്നു. താങ്ക്